ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ്. വളരെയേറെ രുചികരമായിട്ടുള്ള തൈര് വട്ടയപ്പമാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തൈര് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അരി മുഴുവനായിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത ഒരു ഗ്ലാസ് തൈരാണ് ഒഴിക്കുന്നത്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഈ മാവ് റെഡിയാക്കി വെക്കുന്നത് നൈറ്റിലാണ്. നിങ്ങൾ പകലാണ് മാവ് റെഡിയാക്കി വെക്കുന്നതെങ്കിൽ ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, കുറച്ച് ചെറിയ ജീരകം, 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ, കരിഞ്ഞു പോകരുത്. ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് തുറന്നു നോക്കാം. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 7 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യരുതേ. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കേട് വട്ടയപ്പാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവ് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി വിതറി കൊടുക്കാം. ഇനി ഇഡ്ഡലി പാത്രം അടയ്ക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നോക്കിയാൽ നമ്മുടെ കേട് വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം നമുക്ക് ഈ പ്ലേറ്റ് പുറത്തെടുക്കാം. നന്നായി ചൂട് പോയതിനു ശേഷം മാത്രം ഇത് പ്ലേറ്റിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി പ്ലേറ്റ് ഇതുപോലെ ഒന്ന് തട്ടി നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് അടർന്നു വീഴും. കണ്ടോ, നമ്മുടെ രുചികരമായിട്ടുള്ള കേട് വട്ടയപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ തൈരിൻ്റെ ഒരു പുളിയാണ് മുന്നിട്ട് നിൽക്കട്ടോ. കട്ട് ചെയ്തിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചട്നിയോടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. വെറൈറ്റിയും ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും തന്നെ രുചികരമായിട്ടുള്ള കേട് വട്ടയപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.